അത് കാണാൻ എൻ്റെ അച്ഛനില്ല. അപ്പോൾ ഇതെല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ടോ എന്ന് വിശ്വാസത്തിൽ അച്ചാച്ചിയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുക കേട്ടോ. വേറെ തരാൻ എൻ്റെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. വിദ്യാർത്ഥിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. അഭിനയത്തിൻ്റെ രസകരമായ മുഹൂർത്തങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കിയ ശബ്ദത്തിൻ്റെ മാത്രമല്ല, അഭിനയത്തിൻ്റെ നിരവധി മുദ്രകൾ മാത്രമല്ല, ഏത് കഥാപാത്രവും തൻ്റെ ശരീരത്തിലും ശാരീരത്തിലും ഭദ്രമെന്ന് തെളിയിച്ച അതുല്യനായ കലാകാരനാണ് പ്രമോദ്. കണ്ടോളൂ. ആത്മാവിഷ്കാരത്തിനും ആശയപ്രചാരണത്തിനും അപ്പുറം ഉപജീവനം മാത്രം മുന്നിൽ കാണുന്ന വലിയൊരു കലാ ഇക്കൂട്ടത്തിൽ നിന്ന് അപൂർവമായി ചിലർ സിനിമയുടെ സമൃദ്ധ ലോകത്തേക്ക് എത്തിപ്പെടുകയും നിവർത്തിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ആ നിരയിലെ പുതിയ ഉദയമാണ് പ്രമോദ് വെളിയനാട്. കാൽ നൂറ്റാണ്ടായി നാടകരംഗത്തുള്ള പ്രമോദ് കൊച്ചിൻ നയനയുടെ ഒരമ്മ പെറ്റ മക്കൾ എന്ന നാടകമാണ് ആദ്യം അഭിനയിച്ചത്. പിന്നീട് തിരുവനന്തപുരം അനന്തപുരി ചിറയൻകീഴ് അനുഗ്രഹ, രാജൻ ബി ദേവിന്റെ ചേർത്തല ജൂബിലി, ചങ്ങനാശ്ശേരി അണിയറ, പാലാ കമ്മ്യൂണിക്കേഷൻസ്, തിരുവനന്തപുരം സൗവർണിക, തിലകന്റെ സമിതിയായ അമ്പലപ്പുഴ അക്ഷരജ്വാല, കാഞ്ഞിരപ്പള്ളി അമല എന്നീ നാടക ട്രൂപ്പുകളിലൊക്കെ അഭിനയിച്ചു. അണിയറയുടെ രാഷ്ട്രപിതാവ് എന്ന നാടകത്തിൽ പ്രമോദിന് 2007 മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. 2009 പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ കടലോളം കനിവ് എന്ന നാടകത്തിലൂടെ വീണ്ടും സംസ്ഥാന പുരസ്കാരം. നിലവിൽ ഓച്ചിറ സരികയിൽ അഭിനേതാവാണ്. പാടത്തും പറമ്പിലും കിളച്ച് കൈത്തഴമ്പ് വരുമ്പോഴും അഭിനയമോഹം ഉള്ളിലാളിയ പ്രമോദിന് നാടകത്തിനൊപ്പം നാട്ടുകാർ .com പോലുള്ള വെബ് സീരീസുകളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലുമുള്ള അഭിനയമാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. ആർപ്പോ എന്ന ഹ്രസ്വ ചിത്രത്തിന് നല്ല നടനുള്ള അവാർഡും ലഭ്യമായിട്ടുണ്ട്. ഇതിനിടയിൽ ചെറിയ വേഷങ്ങളുമായി 15ഓളം സിനിമകളിൽ അഭിനയിച്ചു. ജോസ് തോമസിന്റെ സ്വർണ്ണക്കടുവയിലാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ലഭ്യമായത്. ജോസ് തോമസിന്റെ തന്നെ ഇഷ, ടൊവിനോ നായകനായ കള, അഷ്റഫ് ഹംസയുടെ ഭീമന്റെ വഴി എന്നിവയിൽ നല്ല വേഷങ്ങൾ ലഭിച്ചു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് നടക്കുന്ന വഴിയായത്. ഇതിന് ഇത്ര ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കിയത് നിന്റെ എടുത്തിയാട്ടമാണ്. ഏറ്റവും ഒടുവിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത ബഷീറിന്റെ നീലവെളിച്ചത്തിൽ ചെറിയ പരീക്കണ്ണി എന്ന കഥാപാത്രത്തിന്റെ ഉജ്ജ്വല ആവിഷ്കാരം പ്രമോദ് വെളിയനാടിന് അവസരങ്ങളുടെ കവാടം തുറക്കുമെന്നുറപ്പ്. ആ പ്രകടനത്തിന് തന്നെയാണ് ഈ ഗോൾഡൻ റീൽസ് പുരസ്കാരം. സ്വാഗതം ശ്രീ പ്രമോദ് വെളിയനാട്. Golden Reels Awards 2023 Outstanding Performance Award goes to Pramod Veliyanad. ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 എല്ലാവിധ ആശംസകളും സ്നേഹങ്ങളും ആദരവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. പുരസ്കാരം സമർപ്പിക്കുന്നു. ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 പുരസ്കാരം ശ്രീ പ്രമോദ് സാറിന് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ സമർപ്പിക്കുന്നു. മാഡം, വളരെ സന്തോഷം. ഒപ്പം തന്നെ കുറച്ച് സമയം വൈകിയെങ്കിലും അങ്ങേപോലെ ലാളിത്യം മാത്രമല്ല, വിനയം മാത്രമല്ല, ഉള്ളിൽ കലയുള്ളവൻ കൊല ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ സമ്പൂർണ്ണമായ ഒരു കലാകാരിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കലാകാരൻ്റെ ആ ഡയലോഗ് ഞങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കണം താല്പര്യമുണ്ട്. വൈറലായിട്ടുള്ള എന്ത് പറയുന്നു, നിങ്ങൾ കേട്ടതായിരിക്കും, ഒന്നുകൂടി കേൾക്കുകയല്ലേ? തീർച്ചയായിട്ടും ആ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് അവതരിപ്പിക്കാമോ ഈ നിറഞ്ഞ വേദിയിൽ? എല്ലാവർക്കും നമസ്കാരം. അതിനു മുമ്പേ ഒരു 2 വാക്ക് പറഞ്ഞോട്ടെ. അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും 26 വർഷം നാടകം കളിച്ചാണ് ഞാൻ വന്നത്. എന്നെക്കുറിച്ച് ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എങ്കിലും ഈ രീതിയിലൊന്നും പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രയാസകരമാണ്. അതുകൊണ്ടാണ്. കാരണം കുട്ടനാട്ടിലെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വെളിയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ ജനനം. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് എല്ലാവരെയും പോലൊക്കെ തന്നെ വളർത്തിയാണ്. അച്ഛനൊരു മേസ്ത്രി പണിയാരനായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഇരിക്കുന്ന എന്നെ, അന്ന് ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്, ചെറുപ്പത്തിൽ അറിയാമല്ലോ, ഒരു നടനാക്കുക എന്നുള്ളതായിരുന്നു. കരിങ്കല്ല് പിടിച്ചിട്ട് വരുന്ന പൈസ, മേസ്ത്രി പണിയാരനായിരുന്നു, കരിങ്കല്ല് പിടിച്ചിട്ട് വരുന്ന പൈസ 10-15 ഒക്കെ തന്നിട്ട് നാടകം കാണാൻ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും വിട്ടാണ് ഞാൻ നാടകക്കാരനായത്.
2007 2009 2 സ്റ്റേറ്റ് അവാർഡ് അച്ഛൻ്റെ കൈക്കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് ഇതിനു മുമ്പ് കിട്ടിയ ഒരു അവാർഡ്, ഇതേപോലെ തന്നെ ഒരു അവാർഡ്, അത് പറയാതിരിക്കാനൊക്കില്ല, ബിഗ് സ്ക്രീൻ അവാർഡ്. ഈ 2 അവാർഡ് അത് കാണാൻ എൻ്റെ അച്ഛനില്ല. അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടോ എന്ന് വിശ്വാസത്തിൽ അച്ചാച്ചിയുടെ കൈകളിലേക്ക് ഞാൻ ഇത് ഏൽപ്പിക്കുക കേട്ടോ. വേറെ തരാൻ എൻ്റെ ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞേക്കാം. അത് പറയുന്നതിന് മുമ്പ് 101 വയസ്സുകാരൻ്റെ ഒരു മനോവേദനയാണ്. അദ്ദേഹം ബെഡിൽ കിടന്ന് മൂത്രം ഒഴിച്ചപ്പോൾ മകൻ വന്ന് പറഞ്ഞ, അച്ഛനെന്തിനാ ഇത്ര വിലയുള്ള ബെഡിൽ കിടന്ന് മൂത്രം ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ ഒഴിച്ചില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞല്ല എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ചുരുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെക്കുമ്പോൾ മരുമകൻ കണ്ടിട്ട് വന്ന് ചോദിക്കും അച്ഛനെ കൊല്ലാനൊരുങ്ങുകയാണെന്ന് ചോദിക്കുമ്പം മകന് അതൊരു പ്രയാസമായിട്ട് മകൻ വന്ന് അച്ഛനോട് ക്ഷമ പറയുമ്പോൾ അച്ഛൻ തിരിച്ചു പറയുന്ന ഒരു ഡയലോഗാണ് അത്. സാരമില്ല രാഘുവേ, സാരമില്ല, 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. വിജാതിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, പിടിക്കുന്നിടത്തൊക്കെ നിൽക്കുകയല്ലേടാകുവേ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടിയാനെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചങ്ങ് ചാകാനേ? നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവന്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാന്ന് പറ. തമ്പുരാൻ മേലോട്ടൊന്ന് വിളിക്കണ്ടേ മക്കളെ. അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് അച്ഛന് അവിടെ കൊണ്ട് എന്നൊക്കെ ആക്കു മക്കളെ. ചത്തു കഴിയുമ്പോ എന്നെ എന്റെ കുട്ടനാട്ടിൽ കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, നിങ്ങളുടെ പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുവോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ. എന്തിനാ? ഓക്കെ, താങ്ക് യു. ഇത് മലയാള നാടകവേദിക്ക് സമർപ്പിക്കുന്നു ഈ അവാർഡ് മുഴുവൻ ആളുകൾക്ക്. സ്നേഹ സന്തോഷം. ചേട്ടൻ കാണുന്നു, ചേട്ടനൊക്കെ എനിക്ക് മുമ്പ് നടന്നു വന്നവരാണ്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ചേട്ടനില്ല, ജോർജ് സാർ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് രസകരമായാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് ചങ്ങനാശ്ശേരി നടക്കുന്നത്. സിൽക്ക് സ്മിതയുടെ കൈയും പിടിച്ച് അന്ന് കണ്ട, പിന്നെ ഇന്നാ കാണുന്നത്. അന്ന് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സീനൊക്കെ കണ്ട് നമ്മൾ കോരിത്തരിച്ച് പോയിട്ട് പേടിച്ചാൽ പുറകിലിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവിധ ഈ ഇളയവനെ കൂടെ വലിയ സദസ്സിൽ ചേർത്ത് നിർത്തിയതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത്. നല്ലത് കാണിക്കുമ്പോൾ കൈയടിക്കുക. മോശങ്ങൾ തിരിച്ചു പിറകുന്നു. നല്ലത് ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ സ്വന്തം പ്രബോധ വെളിനാട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.